അങ്ങേ ഞാൻ ആരാധിക്കും. സ്വരമുയർത്തി ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ആദിയും നീയേ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീയേ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, കൃപാസനം കൃപാസനം പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. പരിശുദ്ധമ്മേ, പരിശുദ്ധയമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിലെ കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രദ്ധിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. സഹോദരങ്ങളെ, ഉടമ്പടിയുടെ ഒരു ആധ്യാത്മിക അഭ്യാസത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ലവ് ലെവല് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ദൈവത്തോടുള്ള സ്നേഹം നിലവാരം വർദ്ധിപ്പിക്കണം. ഇത് ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇത്രയും ഞെരുങ്ങേണ്ട കാര്യമില്ല. ശരിക്കും
നിങ്ങൾ വിശ്വാസത്തിൻ്റെ മിഷനറി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞെരുക്കം വരുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിൻ്റെ മിഷനറിയാണ് ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിൽ ശരിക്കും അതിൻ്റെ രീതികൾ ആരും ഇരിക്കരുത്, എഴുന്നേറ്റതിനെ നമ്മൾ നിന്നാണ് ഈ ധ്യാനം കൂടുന്നത്. തിക്കൽ കൂടുതലായത് കൊണ്ടാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇങ്ങനെ റിസൈറ്റ് ചെയ്ത് തരുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? ഞാനിങ്ങനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്ന ആരാധന പ്രകരണം ചൊല്ലണത് ഇസ് ഇറ്റ് ഔട്ട് ഓഫ് ലവ്, ദൈവസ്നേഹത്തോടെയാണോ എന്ന് ചിന്തിക്കണം. പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരേണ്ട ചിന്ത എന്താണ്? ഞാനിത് ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും ഹാർട്ട്സ് വിത്തൗട്ട് ലിപ്സ് വിത്തൗട്ട് ഹാർട്ടായി പോകുന്നുണ്ട് പ്രേയേഴ്സ്. അതുകൊണ്ടാണ് വരാൻ കാര്യം. അവർ വേഴ്സസ് ആർ ലൈക്ക് ലിപ്സ് വിത്തൗട്ട് ഹാർട്ട്സ് എന്ന് ടി.എസ്. എലിയട്ടിൻ്റെ ഒരു കവിതയുണ്ട്. അങ്ങനെ ഈ ഹൃദയമില്ലാതെ ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വരണത് അത് ഹോളോ മാൻ ആൻഡ് വി ആർ എ സ്റ്റഫ്ഡ് മാൻ എന്ന് പറഞ്ഞില്ലേ? ഇംഗ്ലീഷ് പോയട്രിയാണ്. നമ്മൾ തലയുടെ അകത്ത് വൈക്കോലുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യണമെന്ന്. തലയുടെ അകത്ത്, തലച്ചോറിൻ്റെ അകത്ത് അതിന് പകരം വൈക്കോലുള്ളവരാണ്. പല സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ അവർ വേഴ്സസ് ആർ ലൈക്ക് റാറ്റ്സ് ഫ്ലിച്ചിങ് ഓൺ ദി ഗ്ലാസസ്, ബ്രോക്കൺ ഗ്ലാസസ്. അതുകൊണ്ട് അങ്ങനെ ചുണ്ടിന് ഹൃദയം നഷ്ടപ്പെട്ടു പോയാൽ വേഴ്സുകൾ പലപ്പോഴും പൊട്ടിയ ചിൽക്കഷ്ണങ്ങളിലൂടെ അർത്ഥമില്ലാത്ത സ്വരങ്ങളുണ്ടാക്കി പായുന്ന എലികളുണ്ടാക്കുന്ന സ്വരം പോലിരിക്കും. ചിലപ്പോഴ് മനുഷ്യരുടെ പ്രാർത്ഥന എലികളുടെ സ്വരം പോലെ അർത്ഥശൂന്യമായി മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് അങ്ങയോടുള്ള സ്നേഹത്താൽ അഭിഷിക്തമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കർത്താവേ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്താൽ അഭിഷിക്തമാകാൻ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പ്രവർത്തനത്തിൽ ആയാലും പ്രാർത്ഥനയിലായാലും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്താണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? പറഞ്ഞത് നിങ്ങൾക്കറിയാം. എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? സ്നേഹം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഒന്ന് പറഞ്ഞേ. നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 1 കൊരിന്ത്യസിൻ്റെ 1:14 തിരുവചനം. ഉടമ്പടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എപ്പോഴും ആ ലെവലിൽ ചിന്തിച്ച് പോണത്. കാര്യം അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ലാൻഡ് പോലെയാകും. നമ്മുടെ വാക്കിന് അർത്ഥമില്ല, സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇടം തന്നെ വേസ്റ്റ് ലാൻഡ്, മരുഭൂമിയാകും. മരുഭൂമി ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് സാഹിത്യകാരന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടാൽ
സ്വാഭാവികമായി വാക്കുകൾക്ക് അർത്ഥം നഷ്ടപ്പെടും, നിൽക്കുന്നിടം മരുഭൂമിയായി മാറും. അതുകൊണ്ട് എക്കാലത്തെയും മനുഷ്യരാശിയെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ വിമ്മിട്ടങ്ങളിൽ വരുന്നതെല്ലാം സ്നേഹം സജ്ജരമാകാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം എന്താണ്? സ്നേഹമാണ്, അല്ലേ? ഗലാത്യർ 5:22 നമ്മൾ വായിക്കുന്നത് എന്താ? സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തത് എന്താ? സ്നേഹം. അതുകൊണ്ട് ഗൗരവതരമായ രീതിയിൽ ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടിയിലിരിക്കുന്നവരെ ഗൗരവതരമായ രീതിയിൽ തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹം നിർലീനമാകാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കണമെന്നറിയോ? കാരണം വിശ്വാസം നമുക്ക് ലഭിച്ചതാണ്, അല്ലേ? നമുക്ക് എവിടുന്നാണ് വിശ്വാസം ലഭിച്ചത്? മാതാപിതാക്കന്മാരിൽ നമ്മൾക്ക് ലഭിച്ചതാണ്. അവർക്ക് എവിടുന്നാണ് കിട്ടിയത്? അവരുടെ മാതാപിതാക്കന്മാരിൽ. അവർക്ക് എവിടുന്നാണ് കിട്ടിയത്? അൾട്ടിമേറ്റായിട്ട് സഭയിൽ നിന്നാണ്, അല്ലേ? നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വിശ്വാസം കിട്ടിയത് അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്നാണ്. അങ്ങനെ എടുത്തെടുത്ത് പോകാനാണെങ്കിൽ അവസാനം എവിടെ നിന്നായിരിക്കും വിശ്വാസം കിട്ടിയിട്ടുള്ളത്? സഭയിൽ നിന്ന്. അപ്പോൾ ഇത് കിട്ടിയതാണ്. വിശ്വാസമെല്ലാം നമ്മൾക്ക് കിട്ടിയതാണ്. സ്നേഹം നമ്മൾ കൊടുക്കുന്നതാണ്. ഉടമ്പടി റൈപ്പായി, നിങ്ങളുടെ ഉടമ്പടി മച്ചുവറായെന്ന് അറിയുമ്പോഴാണ് ഞങ്ങളത് പുതുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം വരുന്നത്. ചില ആൾക്കാരുടെ ഉടമ്പടി മച്ചുവറാകുന്നില്ല. എന്താ കാര്യം? അവരിപ്പോഴും അവരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൊടുക്കണില്ല. കൊടുക്കണതാണ് സ്നേഹം. അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുന്നു, ഇല്ലേ? മാതാപിതാക്കന്മാരെ പരാതിയില്ലാതെ കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. കൊടുക്കണത് എന്തും വെയിറ്റ്ലെസ് ആകുമ്പോഴാണ് സ്നേഹം സത്യമാകണത്. മനസ്സിലായോ? നമ്മൾ കൊടുക്കണതില്ലേ, അത് വെയിറ്റ്ലെസ് ആകണം. ഭാരം ഇല്ലാതെ, നമ്മളെ ഭാരപ്പെടുത്തരുത്. ഇപ്പോൾ നമ്മളെ കിടപ്പുള്ള അമ്മായിയമ്മ അവർ പ്രഷറടിച്ച് കിടക്കുകയാണ്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ന് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ ഭാരപ്പെട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ സ്നേഹത്തിലല്ല, കടമ നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യണത്. ഒരു വിഷയം കടമ നിർവഹിക്കുമ്പോൾ ചെയ്യണത് വിശ്വാസത്തിലാണ് അത് ചെയ്യണത്. വിശ്വാസത്തിന് ചില സമയത്ത് ഭാരങ്ങളുണ്ടാകും. സ്നേഹമാണ് വെയിറ്റ്ലെസ് ആക്കണത്. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിന് വേണ്ടി, നമ്മൾ പെറ്റ കുഞ്ഞിന് വേണ്ടി ആശുപത്രി ഉറക്കം നിൽക്കുകയാണ്. വി ആർ നോട്ട് ഫീലിംഗ് എനി വെയിറ്റ്. നമ്മളതൊരു ഭാരം തോന്നണില്ല. എന്താണ്? കുഞ്ഞെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട വന്നാൽ മതിയെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ ഉറക്കം നിൽപ്പ് അമ്മയ്ക്കത് ഭാരമാകണില്ല. കാര്യം എന്താണ്? അത് ചെയ്യണത് സ്നേഹത്തിലാണ്. നമ്മൾ വീട്ടിലുള്ളവരെ, മുതിർന്നവരെ ശുശ്രൂഷിക്കുന്നത് വിശ്വാസത്തിലും, കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് സ്നേഹത്തിലുമാണ്. എവിടെയാണോ ഭാരം കുറയണത്, അപ്പോൾ നീ സ്നേഹത്തിലെ അഭിഷിക്തനാകുമെന്ന് കരുതാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഭാരമില്ലാതെ കൊടുക്കുവാൻ ആവശ്യമായ ആന്തരിക സ്നേഹാഭിഷേകത്താൽ എന്നെ ശക്തീകരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പ് ജോൺ എന്ന് പറഞ്ഞ സഹോദരൻ പത്തനംതിട്ടയിൽ നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പടപടാന്ന് വലിയ ഹെവി മാറ്റേഴ്സൊക്കെ നടന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. എന്താ ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ വിസ എക്സ്പയറായിപ്പോയി. അറിഞ്ഞില്ല. ആ വിസ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പാസ്പോർട്ട് എക്സ്പയറായിരിക്കുന്നു. അപ്പോൾ വൈഫ് അവിടെ ജോലി ചെയ്യണം. അപ്പോൾ തിരിച്ച് വൈഫിൻ്റെ അടുത്തേക്ക് പോകാൻ കുറേ പ്രശ്നങ്ങളാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി, ചിലപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ നാട്ടിൽ നിൽക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 പേർക്ക് ജോലി കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാനൊരു ദോശ മാവ് ഉൽപ്പാദിപ്പിക്കുന്ന വിതരണ കേന്ദ്രം തുടങ്ങി. ഇപ്പോഴും നല്ല വണ്ണം ബിസിനസ് നടക്കുന്നുണ്ട്. 10-12 ജോലിക്കാരുണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിച്ച് ഭംഗിയായിട്ട് ജോലി കിട്ടിപ്പോണത്. ആ മനുഷ്യൻ സന്തോഷത്തോടെയാണത് പറഞ്ഞത്. ഒരു വലിയ ഭാരം എങ്ങനെയാണ് ലഘുവാകണത്. മറ്റു മനുഷ്യർ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ വീട്, നമ്മളുടെ IELTS, നമ്മുടെ ജോലി, നിങ്ങളതെല്ലാം നിങ്ങളുടെ PR, നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ എമിഗ്രേഷൻ, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നാ കിട്ടും? നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നാട്ടിൽ കൊണ്ടുവന്നിട്ട് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സിസ്റ്ററിൽ കാനഡയിൽ പോയി അവിടെയും വീട് വെക്കും. എൻ്റെ അമ്മ വീട് വെച്ച് കളിക്കണം. കോടികൾ മുടക്കി ഡെഡ് മണിയാക്കി വെക്കുകയാണ് മലയാളി. സ്നേഹമില്ല താനും. താൻ പറ്റുമെങ്കിൽ 2-3 പട്ടിനെയും പിടിച്ച് വളർത്തും. അപ്പോൾ പിന്നെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. ഇതെല്ലാം കർത്താവിനറിയാം. നിങ്ങളുടെ ഉടായ്പകളെല്ലാം, ചെയ്യാൻ പോകുന്ന വൃത്തികേടുകളെല്ലാം കർത്താവിനറിയാം. അതുകൊണ്ടാണ് ഈ സംഭവം ലാഗ് ചെയ്യണത്. അതുകൊണ്ട് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടങ്ങളും നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ പോലും നിങ്ങൾ വഴി രക്ഷപ്പെടണം. പ്രാർത്ഥിക്കുക കർത്താവിനോട്, കർത്താവേ എന്നെ രക്ഷപ്പെടുത്തിയാൽ എനിക്ക് പരിചയമില്ലാത്ത നിനക്ക് മാത്രം പരിചയമുള്ളവരെ പോലും നിന്റെ നാമത്തിലെ ഞാൻ രക്ഷപ്പെടുത്തും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും സ്നേഹം നിറഞ്ഞപ്പോഴേ ഒരു അത്ഭുതം സംഭവിച്ചു. അദ്ദേഹത്തിന് കൊല്ലത്തൊരു സ്ഥലമുണ്ടായിരുന്നു. ഇന്നലത്തെ സാക്ഷ്യത്തിലുണ്ട്. ഇതൊക്കെ രസമാണ്. അപ്പോൾ കൊല്ലത്തോടെ സ്ഥലത്തിൻ്റെ അടുത്ത അയൽവാസി ഒരു തേക്ക് വളർന്നു നിൽക്കുന്ന ഒരു പണ്ടാരം പിടിച്ച തേക്ക്, അതിൻ്റെ ശാഖയെല്ലാം ഈ മനുഷ്യൻ്റെ വീടിൻ്റെ പുറത്തേക്ക് വീണിരിക്കുക. അപ്പോൾ അവരോട് അത് പറഞ്ഞ് വെട്ടി മാറ്റി തരാൻ പറഞ്ഞു. കാര്യം നമ്മുടെ പറമ്പിൽ നമ്മുടെ ചില പേരല്ലേ വീണിരിക്കണത്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, കോടതി വെച്ച് കളാമെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പം അവരുടെ പൊറുതി ഇല്ല അവിടെ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുകയാണ്, പെരുമാറുകയാണ്. അയാളെ കേസ് കൊടുത്തു. അടുത്ത് കൊടുത്തു. കേസൊക്കെ എടുക്കുന്ന ഒരു വക്കീലുണ്ടല്ലോ ഇവിടെ ഉടമ്പടിയിൽ. അമ്മയുടെ അടുത്ത് കേസ് കൊടുത്തു. എന്നുവെച്ചാൽ ഉടമ്പടി ചെയ്തെന്ന് അർത്ഥം ആ വിഷയം. പക്ഷേ ഉടമ്പടി ചെയ്തിരിക്കുന്ന കാര്യം ഇപ്പം ഇന്ന് ടെങ്കിലൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? ടെങ്കിലെന്ന് പറഞ്ഞ ഒരു മോൾ ഇന്നൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? അവരെന്നാ പറഞ്ഞത്? അവർ പറഞ്ഞത് അവരുടെ ചേച്ചിക്ക് IELTS 6.65 അങ്ങനെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ മടുത്തു, അതിന് മുന്നോട്ട് പോകാൻ മടുത്തു. അപ്പോൾ അവരൊരു ടോക്ക് കേട്ടോ യൂട്യൂബിൽ ഉടമ്പടിയുടെ. എന്നാണ്? നിങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ ആണ് ഉടമ്പടി വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഹാർഡ് തിങ്സ് വെക്കണം. ഉടമ്പടിയുടെ ഒരു നേച്ചറാണത്. നമ്മൾ എക്സ്പെല്ലർ കൊണ്ടുവന്ന് വെച്ചുവേ. എക്സ്പെല്ലർ എന്ന് പറഞ്ഞാൽ എന്നാ? ചക്കാണ്, യന്ത്രച്ചക്ക്. യന്ത്രച്ചക്കിൻ്റെ അകത്ത് ഒരു 10,000 കൊപ്രയാക്കി നിസ്സാര സമയം കൊണ്ട് അത് ആട്ടി എണ്ണയാക്കി പിണ്ണാക്കാക്കി മാറും യന്ത്രച്ചക്കിൽ. അപ്പോൾ എക്സ്പെല്ലർ കൊണ്ടുവന്നിട്ട് 10,000 കൊപ്ര ആട്ടേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ 10 കൊപ്രയായിട്ട് വെച്ചും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് ചെയ്യും? അതാണ് സംഭവം. ഉടമ്പടി വെക്കേണ്ടത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ സംസാരിച്ചായിരുന്നു. ഈ വലിയ കാര്യങ്ങളെ വലുതും ചെറുതുമായി തിരിച്ചു ആരാ? അമ്മയാ. അമ്മ എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് പ്രൈസ് ദി ലോർഡ് 1:49 ലുക്കായുടെ സുവിശേഷം. അപ്പം ശക്തനായവൻ എനിക്ക് ഒന്ന് പറഞ്ഞ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാ? ശക്തനായ നമ്മളല്ല. ആണോ? അല്ല. ഇത് വെരി സിമ്പിൾ. വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാ?
ശക്തനായവനാണ്. അപ്പോൾ ഇവരെന്നാ പറയണത്? ഇത് നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് കോടതി വെച്ച് കാണാവുന്നല്ലേ, അവരുമായിട്ട് തട്ടുമുട്ടാനാ ബഹളം ഉണ്ടാക്കാനാ ഇവർക്ക് നേരവും ഇല്ല, അതിനുള്ള മനസ്സുമില്ല. അവരെന്നാ പറഞ്ഞു? അമ്മയോട് പറഞ്ഞു, അമ്മേ ശക്തനെ കൊണ്ട് അമ്മ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു തേക്ക് അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ലെന്ന്. തേക്ക് മാഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെവിട് വരെ അവർ കുത്തിപ്പറിച്ച് കളഞ്ഞ് അവിടെ മനസ്സ് മാറി. തേക്ക് നമ്മൾ വെട്ടി നിർത്തുകയല്ല, ആ സാക്ഷി നിങ്ങൾ നോക്കണം. അങ്ങനെ ഒരു തേക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പോലും ഇല്ലാതെ എടുത്തു കളഞ്ഞു. ഞാൻ ആ സാക്ഷി കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഏതാണെന്നറിയാവോ? ഉടമ്പടിയിലുള്ളതാണത്. വാഗ്ദാന പേടകം സാക്ഷി നിർത്തിക്കൊണ്ട് മോശസ് ജനങ്ങളോട് പറയും, നിങ്ങൾ ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ കാണുകയില്ലെന്ന്. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ. 14:13 പുറപ്പാട് 14:13 വചനമുള്ളത്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ കാണുകയില്ല. അപ്രത്യക്ഷമായിപ്പോ. വലിയ കാര്യങ്ങളാണത്. വലിയ കാര്യങ്ങൾ ചെയ്യണത് ആരാ? ശക്തനായവനാണ്. ശക്തനായ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് കാണുന്ന പട്ടുങ്ങളുടെ സാക്ഷ്യം എന്താ? നടക്കാത്ത കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? ശക്തനായവനാണ് ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുന്നു. കർത്താവിനാ ചെയ്തിരിക്കുന്നത്. 8.5 അടുത്ത സ്കോർ വരണത്. അവരത് ആ വചനം വിശ്വസിച്ചു. വിജയകുമാർ പറഞ്ഞില്ലേ, വചനം പ്രയോജനപ്പെടുന്നത് എപ്പോഴാണ്? അതിൽ വിശ്വസിക്കുമ്പോഴാണ്, അല്ലേ? അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടില്ല. വചനം വിശ്വസിക്കുമ്പോഴാണ് ഹെബ്രായർ 2:4 അനുസരിച്ച് കൊണ്ട് വചനം നമുക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ അവരതിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നാ ചെയ്തതാണ്? ആ വചനങ്ങളെല്ലാം ഇന്നും കർത്താവിൻ്റെ വചനത്തിൻ്റെ രീതി എന്താണെന്നറിയാവോ? അമ്മയിൽ നിന്നാണ് നമ്മളത് പഠിക്കണത്. അമ്മയോട് എന്താണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ രീതി എന്താ? എല്ലാ വചനങ്ങളും എന്തിനുള്ളതാണ്? നിറവേറാൻ ഉള്ളതാണ്. അല്ലാതെ ചില്ലും കൂട്ടിലിട്ട് വെക്കാനുള്ളതാണോ? അല്ല. അതാണ് പരിശുദ്ധാത്മാവ് അമ്മയെ കണ്ടപ്പോൾ എലിസബത്തിലൂടെ പറഞ്ഞത്, മേരി യു ആർ ബ്ലെസ്ഡ്, നീ ഭാഗ്യവതിയാണ്. എങ്ങനെയാണ് നീ ഭാഗ്യം ഉണ്ടായത്? നിനക്ക് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോഴേ നമുക്ക് ഭാഗ്യം ഉണ്ടാകണത് എങ്ങനെയാ? 12 കോടിയുടെ ലോട്ടറി നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോഴല്ല ഭാഗ്യം ഉണ്ടാകണത്. ഒരു വ്യക്തിക്ക് ഭാഗ്യം ഉണ്ടാകണം എപ്പോഴാ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. ലൂക്കാ 1:45 ഒന്ന് പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അമ്മയെപ്പോലെ നിറവേറുമെന്ന് വിശ്വസിക്കാൻ ആവശ്യമായ വിശ്വസിക്കാൻ നമുക്ക് എന്നാ വേണ്ടത്? സ്നേഹം, ഇല്ലേ? വിശ്വസിക്കാൻ നമുക്ക് എന്നാ വേണ്ടത്? അതാണ് പ്രശ്നം. അറിവല്ല. മാതാപിതാക്കന്മാരിൽ നമുക്ക് ലഭിച്ച വിശ്വാസത്തിന് എന്താ ഉള്ളത്? അറിവാണുള്ളത്, അവരുടെ അനുഭവമാണുള്ളത്. നമ്മൾക്ക് ആ വിശ്വാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എന്നാ വേണ്ടത്? സ്നേഹം വേണം. എന്താ കാര്യം? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചത് എന്തിലാണ്? യോക്കലിൽ നിന്നും അന്നയിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവിൽ നിന്നല്ല അമ്മ വിശ്വസിച്ചത്. ദ ഫെയ്ത്ത് ഓഫ് മേരി, എ ഫെയ്ത്ത് മേരി ബിലീവ്ഡ് വിത്ത് ലവ്. അമ്മ വിശ്വസിച്ചത് എന്താണ്? യുവാക്കളിൽ നിന്നും മേരിയിൽ നിന്ന് അന്നയിൽ നിന്ന് അവളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് അവർക്ക് ലഭിച്ചു. എന്താ കിട്ടിയത്? വിശ്വാസം. അതെന്താണ്? അനുഭവത്തിൽ നിന്നും അവരുടെ അറിവിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ
പൗലോസ് അപ്പോസ്തലൻ്റെ സ്നേഹം വിശ്വാസമാണ്. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 13:7 1 കൊരിന്ത്യർ 13:7 ഒന്ന് പറഞ്ഞ് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പോഴേ വിശ്വാസം പോലും നമുക്ക് വേണ്ട വിശ്വാസം എന്താണ്? സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസമാണ്, അറിവിൽ നിന്നുള്ള വിശ്വാസമല്ല, പാരമ്പര്യത്തിൽ നിന്നുള്ള വിശ്വാസമല്ല. വിശ്വാസം 2 തരത്തിൽ നമുക്ക് വരാം. ഒന്ന് അറിവിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ വരാം. നമ്മൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയത് അതാണ്. പക്ഷെ അത് നമ്മൾക്കത് വരുമ്പോൾ അത് വർക്കൗട്ട് നമ്മൾ ബ്ലെസ്സഡ് ആകണത് എങ്ങനെയാണ്? അമ്മയുടെ തരം വിശ്വാസമാണ്. എന്താണ്? എല്ലാ സ്നേഹം. അമ്മ അപ്പായുടെ കൂടെ നിന്ന് ദേവാലയത്തിൽ നിന്നു അപ്പായുമായി നല്ല സ്നേഹമായി. അതുകൊണ്ട് അപ്പായുടെ വചനങ്ങൾ നിറവേറുമെന്ന് അമ്മ ലൂക്ക 1:45 അമ്മ വിശ്വസിച്ചത് ഔട്ട് ഓഫ് ലവാണ്. എന്താണ്? എല്ലാം വിശ്വസിക്കുന്ന സ്നേഹത്താലാണ് അമ്മ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ പോലും അമ്മ പതറാൻ നിൽക്കണത്. സ്നേഹത്താൽ വിശ്വസിക്കുകയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുവാൻ സ്നേഹത്താൽ ദൈവസ്നേഹത്താൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവവചനങ്ങളെ വിശ്വസിച്ച് നിറവേറ്റാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ ഒരു വിഷയം ഉണ്ടാകണം. നൈയാമികമായ സാങ്കേതികമായ പാരമ്പര്യമായ കൈമാറ്റ അറിവ് പ്രകാരമുള്ള വിശ്വാസമുണ്ട്, സ്നേഹവുമുണ്ട്. നമ്മൾക്ക് ആന്തരികമായ ബോധ്യത്തിൽ നമുക്കുണ്ടാകുന്ന ഔട്ട് ബേസ്റ്റ് ആയിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ സ്നേഹവുമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും വരണത് വൻ കാര്യങ്ങൾ ചെയ്യണത് ഈ സ്നേഹമാണെന്ന് ഓർക്കണം. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസമല്ല, വൻ കാര്യങ്ങൾ ചെയ്യണത് സ്നേഹമാണ്. ഉടമ്പടി പുരോഗമിക്കുന്നവർ സ്നേഹത്തിലും പുരോഗമിക്കണം. അത് ഇപ്പം ക്രിസ്തുവിനെ വിശ്വസിക്കണത് എന്തിനാ ക്രിസ്തുവിനെ വിശ്വസിക്കണത്? എന്തിനാണ് ക്രിസ്തുവിനെ വിശ്വസിക്കണത്? അവൻ്റെ നാമത്തിൽ നിത്യജീവൻ കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ വിശ്വസിക്കണത്. മനസ്സിലായോ? IELTS പാസ്സാകാനും വീട് വെക്കാനൊന്നുമില്ല. എന്തിനാ ക്രിസ്തുവിനെ വിശ്വസിക്കണത്? അതാണ് 20:31 യോഹന്നാൻ 20:31. യേശുക്രിസ്തുവിനെ വിശ്വസിക്കണത് അവൻ്റെ നാമത്തിൽ നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ 20:31. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതിയിരിക്കുന്നു. അതിൻ്റെ കൂടെ കർത്താവ് വേറെ ഒരു ചോദ്യം ചോദിച്ചു. നീ അതെങ്ങനെയാണ് വായിക്കണത്? അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. നിയമത്തിൽ എഴുതിയിരിക്കണ അല്ല പ്രശ്നം. നിയമത്തിൽ എഴുതിയിരിക്കുന്ന ആൾക്കാർ അവിടെ അതിലെ കൂടെ പോകണ്ടേ? അപ്പം ഇല്ലേ, ആ മുറിവേറ്റ രോഗിയുടെ അരികിൽ കൂടി നിയമത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന നിയമജ്ഞന്മാർ പോകുന്നുണ്ട്, പുരോഹിതൻ പോകുന്നുണ്ട്, നിയമത്തിൽ എഴുതിയിരിക്കണ വായിക്കുന്ന ആൾക്കാർ. ലേവായം പോകുന്നുണ്ട്, അയാൾക്കും അറിയാം നിയമത്തിൽ എന്താ എഴുതിയിരിക്കണമെന്ന്. നിയമത്തിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരെ നിത്യജീവൻ പ്രാപിക്കണില്ല, അത് മാത്രം വായിക്കുന്ന ആൾക്കാരെ നിത്യജീവൻ പ്രാപിക്കണില്ല എന്ന് ഈശോ ഫ്ലാറ്റായിട്ട് പറഞ്ഞു വയ്ക്കുകയും. അവിടെയാണ് പ്രശ്നം. അപ്പോഴേ കർത്താവ് അയാളോട് ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? നമ്മൾ വായിക്കുന്നത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ചുമതലയാണ്. നമ്മളതെങ്ങനെ വായിക്കുന്നു?
എന്ന് വെച്ചാൽ അതിലെങ്ങനെ നടപ്പിൽ വരുത്തുന്നു. വായിക്കുന്നതാണല്ലോ നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത്. അപ്പോഴയാൾ പറയും, എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കണം, പിന്നെ നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പറയും. അപ്പോൾ വീണ്ടും നിയമജ്ഞൻ ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളെ കുറിച്ച് പറയും. ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളെ കുറിച്ച് പറയും. ദൈവസന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരില്ലേ, എപ്പോഴും കർത്താവിൻ്റെ ക്യാമറ ഫോക്കസ് ചെയ്യണത് ദേവാലയത്തിലേക്ക് വരുന്നവരെയല്ല, ഇറങ്ങിപ്പോണ ആൾക്കാരെയാണ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ ആൾക്കാരില്ലേ, അവർക്ക് ദൈവസന്നിധാനത്തിൽ ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോണത്? ഒരിടത്തും പോകാനില്ല, ജെറിക്കോയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവർ മിക്കവാറും കള്ളന്മാരുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. സംരക്ഷണം പോകും. ദൈവസന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാർക്ക് സംരക്ഷണം പോകും. സംരക്ഷണം പോയാൽ എന്നാ, കാണുന്നവനൊക്കെ ചവിട്ടും. ഉറ കെട്ടുപോയാലുള്ള അവസ്ഥയാണേ. ഉപ്പ് അതിൻ്റെ ഉറ കെട്ടുപോയാൽ കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്? പുറത്തേക്ക് വലിച്ചെറിയും. 5:16, 5:13 തൊട്ടുണ്ടത്. മത്തായിയുടെ സുവിശേഷം 5:13 തൊട്ടുണ്ട്. ഉപ്പ് ഉറ കെട്ടുപോയാൽ പുറത്തേക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ പറ്റും? മനുഷ്യരാൽ ചവിട്ടിത്തേക്കും. തേപ്പ് ഇപ്പോൾ ഉള്ളതല്ല, പണ്ടേ ഉള്ളത്. എല്ലാ സ്ഥലത്തു നിന്നും തേപ്പ് കിട്ടുവേ. ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല, പല സ്ഥലത്തു നിന്നും തേപ്പ് കിട്ടും. തേക്കണമെന്ന് ബൈബിളിലില്ലേ? ഞാൻ കൂട്ടിച്ചേർത്തതാണ്. ചവിട്ടുമെന്നുണ്ട്, ചവിട്ടണം തേക്കുമല്ല, ഉറപ്പായിട്ട്. സംരക്ഷണം പോകും. ദൈവസന്നിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, ഇത് ഉപ്പിൻ്റെ കഥ കറക്റ്റാണ് ശരിക്കും. ഉപ്പും ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ്. കർത്താവിന് ഉപ്പിൻ്റെ കഥയില്ലേ? ആ ഉപ്പ് ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയ, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. എന്ത് സംഭവിക്കണമെന്നറിയാവോ? കർത്താവ് പറഞ്ഞ ഉപ്പ് നമ്മളുടെ തമിഴ്നാടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പല്ല, അത് ചാവുകടലിലെ ഉപ്പാണ്. മത്തായി 15:13 ഉള്ളിലുള്ളത് ഉപ്പ് ചാവുകടലിലെ ഉപ്പാണ്. തീങ്കന്തം ഇറക്കിയില്ലേ സൊദോം ഗൊമോറയിലെ, അതിൻ്റെ കൂടെ ഇറക്കി കിട്ടിയ സാധനമാണ് ഉപ്പ്. ചാവുകടലിൽ നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മൾ ഇറങ്ങി കഴുത്തപ്പോപ്പത്തിന് നമ്മൾ പൊന്തിപ്പോവും. ഞാൻ അരമണിക്കൂർ ആ കടലിൽ പൊന്തിക്കിടന്ന ആളാണ്. കറുത്തല്ല, അലുവ പോലെ ഇരിക്കും ചില സമയത്ത്. ചെറിയ ഓളമൊക്കെ ഉണ്ട്, പോയവർക്കറിയാം. 27 പോയിൻ്റാണ് ഉപ്പിൻ്റെ. നമ്മുടെ കടലിനൊക്കെ 3 പോയിൻ്റേ ഉള്ളൂ ഉപ്പ്. 27 പോയിൻ്റാണ് ഡെൻസിറ്റി. അവിടെ വളർന്നു നിൽക്കണ ഉപ്പുപാറയാണ്. അവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവർ കൊണ്ടുവന്ന് ദേവാലയത്തിൻ്റെ അകത്ത് 2 മുറിയുണ്ട്. മണിമാളികയുടെ അപ്പുറത്ത് 2 മണിമാളികയല്ലേ ദേവാലയത്തിന്. അതുപോലെ ജെറുസലേം ദേവാലയത്തിന് മണിമാളിക ഇല്ലെങ്കിലും ആ സ്ഥാനത്ത് 2 മുറികളുണ്ടാവും. അവിടെ കൊണ്ടുവന്ന് അവർ ഈ ചാവകടലിലെ ഈ ഉപ്പുപാറ കൊണ്ടുവന്ന് ഇടണത്. ബലിക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഉപ്പാണ്. പക്ഷേ ആ ഉപ്പിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉപ്പത്തം പോകും. ആ ഉപ്പിൻ്റെ രുചിയില്ലേ, അങ്ങ് പോകും, ഉപ്പത്തം പോകും. അപ്പോൾ ഇത് വേസ്റ്റ് പാറയാകും. അവരെന്നാ ചെയ്യും? അവർ മഴക്കാലമാകുമ്പോൾ സോളമൻ മണ്ഡപത്തിലും ദേവാലയ പരിസരങ്ങളിൽ വലിയ കല്ലുകൾ പാകിയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോൾ കണ്ട കല്ലുകളൊക്കെ വലിയ 2 അടി നീളവും വീതിയുള്ള, 6 അടി നീളവും 5 അടി വീതിയൊക്കെ ഉള്ള വലിയ കല്ലുകൾ പാകിയിരിക്കുകയാണ്. പണ്ട് പാകിയ കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെ മഴക്കാലമാകുമ്പോൾ പൂപ്പൽ പിടിക്കും. ദേവാലയം ഈ കല്ലുകളെല്ലാം പൂപ്പൽ പിടിക്കും. നമ്മൾ പൂപ്പൽ പിടിക്കുമ്പോൾ നമ്മളെന്നാ ചെയ്യണത്? നമ്മൾ കുമ്മായം വിതറും അല്ലേ അതിൻ്റെ പുറത്ത്. അവരതിന് പകരം ചെയ്യണത്, ഈ ദേവാലയത്തിൽ ഉറകട്ട് പോയി ഉപ്പെടുത്തിട്ട് കുമ്മായത്തിന് പകരം ഈ പൂപ്പൽ പിടിച്ച കല്ലേലിടും, ആൾക്കാർ തെന്നി വീഴാതിരിക്കാൻ. പക്ഷേ ഉപ്പിനെ ചവിട്ടിക്കൊണ്ട് പോകണ കർത്താവ് കണ്ട്. അതാണ് ഉപ്പ് ഉറകട്ട് പോയാൽ കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ വാക്കുകളൊക്കെ എന്ത് മധുരമാണല്ലോ, ഭയങ്കര ഇങ്ങനെ മുനവെച്ച ചരിത്രങ്ങളാണ് പറയണത്. ദേവാലയത്തിൻ്റെ ഉപ്പ്, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ ചവിട്ടുമടിക്കണതാണ് കാണുന്നത്. ആ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാണ് ജെറിക്കോയിലേക്ക് ഉപ്പ് പോലെ പോയി. അവൻ്റെ ഉപ്പ് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇറങ്ങിപ്പോയി.
അതുകൊണ്ട് കണ്ടവരെല്ലാം ചവിട്ടി അവനെ. അതാണ് അവൻ വഴിയരുകി കിടക്കണത്. കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. നിൻ്റെ ഭർത്താവ് മദ്യപാനിയാകാം, നിൻ്റെ ആങ്ങള മദ്യപാനിയാകാം, അയൽവാസി മദ്യപാനിയാകാം, നിനക്കെതിരെ കള്ളത്തരം കാണിക്കുന്നവനാകാം, സ്നേഹം ലവരേശമില്ലാത്തവനാകാം, ഉപ്പത്ത് നഷ്ടപ്പെട്ടു പോയവനാകാം. പക്ഷെ അവൻ വഴി കിടക്കുമ്പോഴേ നിയമം അറിയാവുന്ന നീ, ഉടമ്പടി ചെയ്ത നീ നിയമജ്ഞനെ പോലെ അതിലെ കൂടി പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കണത്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നീ അതെങ്ങനെ വായിക്കുന്നു. നന്നായി വായിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ സമരക്കാരനായി പോയെന്നേ ഉള്ളൂ കുഴപ്പം. അവൻ്റെ കഴുതയെ അവിടെ നിർത്തിയിട്ട് അവന് മുറിവുകൾ കണ്ട് വെച്ച് കെട്ടി അവനെ കൊണ്ട് സത്യത്തിലാക്കി. അവനാണ് വായിച്ചവൻ. വ്രണപ്പെട്ടവൻ അവൻ ദൈവാലയം ഇറങ്ങിപ്പോയവനാണ്. ചില പ്രകാരം അവൻ മദ്യപാനിയാണ്, അവൻ കാശ് മുടിച്ചു കളഞ്ഞവനാണ്. അവനെ സഹായിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ചില പറയും ഈ ധർമ്മക്കാരന് ധർമ്മം കൊടുക്കേണ്ട കാര്യമില്ല, ഇയാൾക്ക് ചാരായം ബിയർ കുടിക്കാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് നമ്മളിവനെ ഒഴിവാക്കും. കാര്യം നമ്മൾ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അവനെ ശിക്ഷ വിധിക്കുകയാണ്. ഇതൊന്നും കർത്താവ് ഏറ്റെടുക്കണില്ല. കർത്താവ് എഴുതിയിരിക്കുന്നത് നീ അതെങ്ങനെ വായിക്കുന്നു, ദൈവം എങ്ങനെ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ സ്നേഹത്തിലെ അൺകണ്ടീഷണൽ ലവ്, കർത്താവിനെ പോലെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ തയ്യാറായാൽ നിൻ്റെ ഉടമ്പടി ഇന്ന് കാണുന്ന ഈജിപ്ഷ്യസിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് കർത്താവ് പറയണത്. കർത്താവാണ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണത്. അങ്ങനെ കർത്താവിനെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ നീ സ്നേഹത്തിൽ വലിമ നേടണമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കൈയിട്ടിച്ച് കർത്താവ് ശക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം മൗനമാവുക. സ്നേഹത്തിൻ്റെ വലിയ ദൈവവേളിയാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ കേട്ടത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണെന്നുള്ള സുവിശേഷ സത്യമാണ് നമ്മൾ കേട്ടത്. സ്നേഹം ആരുടെയും തിന്മകളെ കണക്കിലെടുക്കുന്നില്ല എന്നാണ് അവസാനം പറഞ്ഞത്. അവൻ ജെറുസലേമിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ്, ദൈവസന്നിധാനം വിട്ടത് കൊണ്ടാണ്, അവൻ മദ്യപാനിയായതുകൊണ്ടാണ്, അവൻ്റെ കൈയിരിപ്പ് കൊണ്ടാണ് അവൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് വിധിച്ച് നമ്മൾ ചെയ്യാതെ നിയമപരമായിട്ട് ഒഴിവാക്കുന്നതാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുമ്പോഴുണ്ടാകുന്ന വിശ്വാസം. അതിനേക്കാളുപരി നീ അതെങ്ങനെയോ വായിക്കുന്നുവെന്ന് കർത്താവ് നിന്നോട് ചോദിച്ചോ. അതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് വായിക്കുന്ന പോലെ വായിക്കാനാണ്. ഈശോ എങ്ങനെയാണ് നമ്മളെ വായിച്ചത്? എന്നിട്ട് നമ്മുടെ തെറ്റും കുറ്റവും നോക്കാതെ അവൻ ഡിസ്ക്രൈബ് ചെയ്തെന്നാണ് ബൈബിൾ പറയണത്. അവൻ പ്രകൃത്യ ദൈവമായിരുന്നു. ആ ക്ലെയിമൊന്നും അവൻ കണക്കാക്കിയില്ല, അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. അവൻ മനുഷ്യൻ, അവൻ ദാസനായി ഡിസ്ക്ലെയിം ചെയ്തു. തൻ്റെ ദൈവിക പദവിയെ ഡിസ്ക്ലെയിം ചെയ്തു. അതാണ് ഫിലിപ്പിയർ 2:5-6-7 തിരുവചനങ്ങൾ. അവൻ ദാസനായി മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. വലിയ കാര്യങ്ങൾ ദൈവം അവന് വേണ്ടി ചെയ്തു.
എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവന് നൽകി. അതിനാൽ അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളിലുമുള്ളവരെ മുഴങ്കാൽ മടക്കാൻ വേണ്ടി മാത്രം വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ അത് കർത്താവ് ആ വലിയ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിച്ചത് സ്വയം എളിമപ്പെട്ടിട്ടാണ്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. സ്നേഹവും എളിമയും വഴിയാണ് ദൈവത്തെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേരെ കർത്താവ് സുഖപ്പെടുത്തണ. നമുക്ക് കഴിഞ്ഞ വർഷം കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൈവെപ്പ് പ്രാർത്ഥന. രോഗമുള്ള ഇടങ്ങളിലൊക്കെ കൈവെക്കേണ്ട സമയമാണ്. യേശുനാമത്തിൽ കൈവെക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ? പുറപ്പാട് 14:13 നിങ്ങൾ ഇന്ന് കാണുന്ന രോഗം ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. അൾസറായാലും എത്രയെത്ര രോഗങ്ങളാണ്. ആ ഹൈന്ദവ സഹോദരി അതിമനോഹരമായിട്ടൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? അപൂർവമായ രോഗം കൊണ്ട് വികൃതഘോരമായി ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു, മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. പരിശുദ്ധ അമ്മ ശക്തനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചു. മരുന്നിലുള്ള വിശ്വാസം പോലും പോയി. അമ്മയെടുത്ത് വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി തൈലത്തിലൂടെ ആ മുടിയെല്ലാം തിരിച്ചു വന്നു. ശരീരം ചുട്ടി രോഗം വിട്ടുമാറി. എത്ര വലിയ കാര്യങ്ങളാണ്. അത് വെറും 2 ആഴ്ച കൊണ്ട് സംഭവിച്ചതാണ്. അതെ, ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. അത് 10,000ങ്ങളുടെ അനുഭവങ്ങളാണ് ഈ ആൾത്താറയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങൾ കേട്ട സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ശ്വാസകോശങ്ങളിൽ നിൻ്റെ കൈകൾ വെക്കട്ടെ. യു വാണ്ട് ടു ബി ഹീൽഡ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, നീ സൗഖ്യപ്പെടണമെന്ന്. ശ്വാസകോശ രോഗമുള്ളവർ അവരുടെ ശ്വാസകോശങ്ങളിൽ നെഞ്ചിൽ കൈവെക്കട്ടെ മക്കളെ. ഹൃദയരോഗികൾ നെഞ്ചിൽ കൈവെക്കട്ടെ. എന്നിട്ട് പറ, അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോ ഞാനീ കൈവെക്കണമെന്ന് പറ. വലിവ് രോഗികൾ, ശ്വാസം മുട്ടലുള്ളവർ, തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോഴും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നാടുകളിലും വീടുകളിലും ഇടങ്ങളിലും ഇരിക്കുന്നവർ കർത്തനാമത്തിൽ കൈവെക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസം അൾത്താറയിൽ നിന്നുകൊണ്ട് നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കട്ടെ. നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കട്ടെ. ഇന്ന് കാണുന്ന നടുവേദന ഇനിമേൽ നിങ്ങൾ കാണത്തില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, the powerful God, soak with the precious blood, and command you, in the name of Jesus Christ, to be healed. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ നെറ്റിയിൽ കൈവെക്കുക. എന്നിട്ടെങ്കിലും പറഞ്ഞ സാക്ഷ്യം പോലെ ഓർക്കുക. നടക്കാത്ത കാര്യങ്ങൾ നീ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകും. എൻ്റെ തലയിലെ ട്യൂമറൊന്നും പോകാൻ പോണില്ല, എന്നാലും വെച്ചേക്കാൻ കൈ കുഴപ്പമില്ല. നീ നിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ വെക്കുക. എന്നിട്ട് പറയുക, എൻ്റെ തലച്ചോറിലുള്ള മുഴുവൻ രോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കുന്നത്. നടുവേദനക്കാരും കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിന് ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്, കണ്ണ് മങ്ങിപ്പോണവരുണ്ട്, ഒക്കെ അവരെല്ലാം നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. വായിക്കേടുള്ളവർ, പല്ലിന് കേടുള്ളവർ, മോണ ചെയ്യുന്നവർ, തൊണ്ട അഴുകുന്നവർ, പല ഇങ്ങനെ റെക്കറിങ് വരുന്ന രോഗങ്ങളാണ് തൊണ്ട അഴുക്കുകൾ.
അഴുകുന്ന രോഗങ്ങൾ ഒക്കെ അവർ തൊണ്ടയെ കൈവെക്കുക. സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുക, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ നാമത്തിലെ ദൈവസ്നേഹത്തോടെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എന്നെപ്പോലെ ഈ രോഗത്തിന് വേദന ഉള്ളവരും രോഗികളെ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ സുഖപ്പെടണമെന്നും സന്തോഷമായി കർത്താവിനെ നന്ദിയോടെ സന്തോഷമായി ജീവിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും. അതുകൊണ്ട് ഞാനിപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഉള്ളുകൊണ്ട് നടത്തുകയാണ്. നിങ്ങളിവിടെ വരുന്നത് വരാതിരിക്കുന്ന ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളെ സന്തോഷമായി ജീവിക്കണം. എവിടെയായാലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ആവത് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ സർവാംഗം ശരീരം പൊതിഞ്ഞ് കർത്താവിനെ ഏൽപ്പിക്കുക. സർവാംഗം ശരീരം പൊതിഞ്ഞ് ഉള്ളംകാലും അത് ഉച്ചവരെ അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, നിങ്ങളെ സ്തുതിക്കട്ടെ. നിങ്ങളെ രോഗം സുഖപ്പെടുന്ന സമയമാണ് കർത്താവേ. അപാര രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ കർത്താവേ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ ഈശോ. ഇപ്പോഴും ഈ നിമിഷം പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ലോകത്തിലെവിടെയെല്ലാം ലൈവായിരുന്നു, എപ്പോഴെല്ലാം ലൈവായി ശുശ്രൂഷ പങ്കെടുക്കുന്നു, അപ്പോഴെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ബോർഡ് എക്സാം ചെയ്യാൻ പോകുന്നവരുണ്ട്, അതിൻ്റെ മോഡൽ ചെയ്ത് കഴിഞ്ഞവരുണ്ട്, പിന്നെ ആനുവൽ എക്സാം ചെയ്യാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കുക, കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുക. സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല, ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോയവരുണ്ട്, കർത്താവിൻ്റെ ചൈതന്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെയും ഓർക്കണം. ഇപ്പോഴേ അവരെയും സംരക്ഷിക്കാൻ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് നീ എങ്ങനെ വായിക്കുന്നു? ദൈവസ്നേഹത്തോടെ വായിക്കാനാണ്. എല്ലാവരെയും കരുതുന്ന ദൈവം, എല്ലാവരോടും ക്ഷമിക്കുന്ന ദൈവം, ഒന്നും അവകാശപ്പെടാതെ സ്വയം സമർപ്പിക്കുന്ന കർത്താവിൻ്റെ ചൈതന്യമാണ് നമ്മളിൽ ആവശ്യിക്കേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രസൻറ്റ് ക്രൈസിസ് ആണ്. പ്രസൻറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്
നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ചിലപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥകളുണ്ട്, സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു മനുഷ്യനെ പറഞ്ഞു, വെച്ചാൽ കോടികളാണ് കടം, വീട്ടിൽ പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മുട്ടയെ നിർത്തി ആ മനുഷ്യനെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ചു. കടങ്ങളെ കൊണ്ട് വീട്ടിൽ പോകാൻ തോന്നണില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ അത് പതറി. കാര്യം അങ്ങനെ ഒത്തിരി പേരുണ്ടാകാം വീട്ടിൽ പോകാൻ തോന്നാത്ത ആൾക്കാർ, കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം വീട്ടിൽ കയറാൻ തോന്നാത്ത അവസ്ഥ ഉള്ളവരെ, അവരെ ഇപ്പോഴും ഈ ആരാധനയെ പ്രത്യേകം ഓർക്കുന്നു. ചിലപ്പോൾ കടം കൊണ്ടാകാം, ചിലപ്പോൾ രോഗം കൊണ്ടാകാം. ഒരു മകൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ പറമ്പിൽ ഭയങ്കര തർക്കവും ബഹളവുമാണ്, അതുകൊണ്ട് എനിക്ക് പറമ്പിൽ പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞ്. അടിയാണ് നടക്കുന്നത് അവിടെ. എൻ്റെ പറമ്പിൽ കയറ്റാത്ത രീതിയിൽ ആൾക്കാർ എന്നെ ആക്രമിക്കുന്ന പോലെയൊക്കെ ഉള്ള സീനുണ്ടായിട്ടുണ്ട്. എനിക്കതുകൊണ്ട് എൻ്റെ പറമ്പിൽ പോകാൻ നോക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ തോന്നാത്തവർ, സ്വന്തം മുറി കയറാൻ തോന്നാത്തവർ, സ്വന്തം ഫാക്ടറിയിലോ ജോലി ചെയ്യുന്ന ഇടത്തോ അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പിസവും ചവിട്ടിക്കൂട്ടും കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല. ചില കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല. നമ്മുടെ കർമ്മ രംഗങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വേദനപ്പെടുന്ന ആൾക്കാരുടെ ആന്തരിക ബന്ധനങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ പ്രതികൂല അവസ്ഥകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈശോ ദൈവത്തിൻ്റെ നാമത്തിൽ സമസ്തവും ദൈവം അവൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്ന അവൻ്റെ ദൈവിക ശക്തിയാൽ എൻ്റെ കർമ്മ ഇടങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ ഓരോ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഈ വിഷയത്തിനെല്ലാം അമ്മ സംരക്ഷണമുണ്ടെന്ന്. കാര്യം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ നിന്നുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന സമയമാണ് നമ്മളെ വിഷയങ്ങളെല്ലാം ഓർക്കണത്. അപ്പോൾ അച്ചിട്ട പോലെ വിഷയത്തിന് മേലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകും. അപ്പോൾ അത് ദൈവസ്നേഹത്തോടെയാണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പുറപ്പെട്ടു പോയ ആൾക്കാരും കൈമോശം വന്ന വിഷയങ്ങളുമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ചില ആൾക്കാരുടെ ജീവിത പങ്കാളി പുറപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അകന്ന് താമസിക്കണവർ, ഭർത്താവിൻ്റെ വീട്ടിലും ഭാര്യ വീട്ടിലും, അല്ലെങ്കിൽ ഭർത്താവ് വേറെ ആൾക്കാരുടെ ഭാര്യയുടെ വീട്ടിൽ, ഇങ്ങനെ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്നും അവസാനമായെന്ന് നിങ്ങൾ കരുതരുത്. അത് പറയേണ്ടത് കർത്താവാണ്. നിങ്ങൾ ദൈവത്തിന് സമയം അനുവദിച്ചു കൊടുക്കണം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്പർശിക്കണമേ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ സ്വർണം, അന്യാധീനപ്പെട്ട പുരയിടം, കൈമോശം വന്ന രേഖകൾ, പ്രമാണങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എല്ലാം കർത്താവിൻ്റെ കണ്ണിലുണ്ടെന്ന് എൻ്റെ മക്കൾ ഓർക്കണം. അമ്മ നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്നു. ഈ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീട്ടിൽ കയറാത്ത ബന്ധുക്കൾ, പുറപ്പെട്ടു പോയ ജീവിത പങ്കാളി, മക്കൾ, അപ്പനും മക്കളുമായിട്ട് അകൽച്ചയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, തമ്മിൽ കണ്ട മിണ്ടാട്ടമില്ലാത്തവർ, മാനസികമായി അകന്നു പോയവർ, കർത്താവിന് നാം ഐക്യപ്പെടാൻ വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെയുള്ള അഭിമുഖങ്ങൾ, കൗൺസിലിങ്, പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയുള്ള കൗൺസിലിങ്, PR-നും എമിഗ്രേഷന് വേണ്ടിയുള്ള കൗൺസിലിങ്, പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ,
നമ്മുടെ മികവ് പരിശോധിക്കുന്ന ടെസ്റ്റുകൾ. ആ മേഖലകളെല്ലാം നമുക്ക് കഴിവ് കുറയുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ. ദൈവികമായ ഇടപെടലാണ്. ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ കുറേയധികം ബിബ്ലിക്കൽ ഫോർമുലാസ് ഉള്ളത്. അതെല്ലാം വിശ്വാസത്തെക്കാളുപരി ദൈവസ്നേഹത്തോടെ അനുവർത്തിക്കണമെന്നാണ് ഇന്ന് സന്ദേശത്തിൽ വെളിപ്പെട്ട് കിട്ടിയത്. പ്രാർത്ഥിക്കുക, കർത്താവേ, എല്ലാ നൈപുണ്യ പരീക്ഷകളും എല്ലാം മികവ് തെളിയിക്കുന്ന പരിശോധനാ പരീക്ഷകളും കർത്താവേ, എൻ്റെ എക്സാം ഹാളിലെ മുറികളിലെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവേ. എൻ്റെ തീയതികള് ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യത്യസ്തമായ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായ ഇടങ്ങളെ, സമയങ്ങളെ നിശ്ചയിച്ച് പരിശുദ്ധാത്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ പ്രോഗ്രാം ലൈവായി കൂടുന്ന ശുശ്രൂഷകൾ ലൈവായി കൂടുന്നവർ മൊബൈലിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് നിങ്ങളുടെ ഡേറ്റുകൾ നിശ്ചയിക്കുക, എന്നിട്ട് സമർപ്പിക്കുക. സ്ഥലമളവിൻ്റെ ഡേറ്റ്, കേസിൻ്റെ ഡേറ്റ്, എല്ലാ മേഖലകളെയും ചിട്ട് ഡേറ്റ് വരെ നമുക്ക് സമർപ്പിക്കാം. കാര്യം നമ്മൾ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, എല്ലാത്തിൻ്റെയും ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ ഒക്കെ സമർപ്പിക്കുക. വിശ്വാസത്തോടെ സമർപ്പിക്കുക. സമയത്തിൻ്റെ മധ്യസ്ഥ അധികാരമാണ് കാനായിലെ അമ്മയിലൂടെ പ്രകടമാകണത്. പരിശുദ്ധ അമ്മ വഴി നിൻ്റെ ജീവിത സമയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഇടപെടല് അത്യാവശ്യമാക്കുന്ന എല്ലാ ജീവിത മുഹൂർത്തങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ വഴി സമയമുഹൂർത്തങ്ങള് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഇടപെടലിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് സമയത്തിന് മേലുള്ള ദൈവിക അധികാരം പ്രഖ്യാപിച്ചേറ്റു പറയുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേർച്ച വസ്തുക്കൾ എടുക്കുക വെഞ്ചരിക്കാൻ വേണ്ടി. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കൾ എടുക്കുക. എന്നത്തെയും നേർച്ച വസ്തു എന്താണ്? പത്രമാണ്. പത്രം വാങ്ങാത്തവർ പോകുന്ന സമയത്ത് പത്രം വാങ്ങിച്ച് കൂപ്പൺ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഉടമ്പടി എപ്പോഴും പുതുക്കാൻ വേണ്ടി എടുക്കുന്നത് എന്താണ് എടുക്കുന്നത്? പത്രത്തിൻ്റെ കാർഡുകളാണ് എടുക്കുന്നത്. അത് നിങ്ങൾ തന്നെയാണ് വിതരണം ചെയ്തത്. നാട്ടിലാണ് വിതരണം ചെയ്തത്, പൊതുസ്ഥലത്താണ് വിതരണം ചെയ്തത്, അയൽവക്കത്താണ് വിതരണം ചെയ്തത്, എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോഴും ക്ലാപ്പ് എന്നും പറഞ്ഞിട്ട് നാളെ മുതൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഒരു പേപ്പർ കിട്ടും നിങ്ങൾക്ക്. ക്ലാപ്പ് മീൻസ് എന്താണ്? CLAP. ക്ലാപ്പ് മീൻസ് കരഘോഷം. അതായത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചതിൽ ഉള്ള സന്തോഷമാണ് ക്ലാപ്പ് എന്ന് പറയുന്നത്. കർത്താവിന് സാക്ഷ്യം വഹിച്ചതിലുള്ള സന്തോഷം ക്ലാപ്പ്, കരഘോഷം. എന്താണ്? ക്രിസ്ത്യൻ ലൈഫ്. CL അസസ്മെൻറ്റ് പേപ്പർ AP, അതാണ് ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ക്ലാപ്പ് പേപ്പർ തരും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ, നിങ്ങൾ ഉടമ്പടി ചെയ്തു പോയ ആൾക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ചെയ്ത വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്. ഇപ്പോൾ കുർബാന, ഉടമ്പടി ചെയ്ത കത്തോലിക്കരെ കുർബാന മുടക്കാൻ പാടില്ല അല്ലേ? ദിവസം പോയി അത്രയും നല്ലത്. ഇപ്പോൾ ദിവസം പോകുകയാണെങ്കിൽ 5 പോയിൻ്റ്, ഞായറാഴ്ച പോകുകയാണെങ്കിൽ 3 പോയിൻ്റ്, ഇടയ്ക്കും തിലക്കുമാണ് പോകണമെന്നുണ്ടെങ്കിൽ 2 പോയിൻ്റ്, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 പോയിൻ്റ്. പിന്നെ നിങ്ങളെ കുമ്പസാരം
നിയമം അനുസരിച്ച് നമുക്ക് 2 ആഴ്ച ഒരിക്കലാണ് കുമ്പസാരിക്കേണ്ടത്. ഈ ആണ്ടിലൊക്കെ കുമ്പസാരിക്കണ കാര്യമില്ലേ, അത് വല്ല ഊളംപാറ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണത്, വെളിവില്ലാത്തവന്മാർക്ക്. നിങ്ങൾക്കുള്ളതല്ലത്. നിങ്ങളെ ബോധമുള്ള ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർ 2 ആഴ്ച ഒരിക്കലാണ് കുമ്പസാരിക്കേണ്ടത്. മറ്റത് നിവർത്തിയില്ലാത്ത ആൾക്കാർ, പണ്ടത്തെ നിയമമാണത്. അച്ഛനുമില്ല, പള്ളിയുമില്ല, തുരുത്തിലോ അകപ്പെട്ടു പോയ ആൾക്കാരില്ലേ, ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണത്. അല്ല മുട്ടിന് പള്ളിയും ധനകേന്ദ്രം തന്നെ 110 ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ ആൾക്കാർ ആണ്ടിലൊക്കെ കുമ്പസാരിക്കണ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതല്ല, നിങ്ങൾ അങ്ങനെയുള്ള നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഒരു അറബ് രാജ്യങ്ങളിൽ പോവുകയാണ്, കുമ്പസാരിക്കാൻ ഇടമില്ല അവിടെ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ്, നിവൃത്തിയില്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെയുള്ള നിയമങ്ങൾ സഭ വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ നിയമം എന്താണ്? 2 ആഴ്ച ഒരിക്കൽ. ഞങ്ങളൊക്കെ കുമ്പസാരിക്കേണ്ടത് 2 ആഴ്ച ഒരിക്കലാണ്. 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കുമ്പോൾ 5 പോയിൻ്റ്. ഇപ്പോൾ യാക്കോബ സഭയിലും CSIക്കാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ സഭയുടെ നിയമം അനുസരിച്ചാണ് അവർ അത് ചെയ്യേണ്ടത്. കത്തോലിക്കർ അവിടെ സഭയുടെ നിയമം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എല്ലാ സഭയിലുള്ളവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം അവരുടെ സഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത് നിയമം അനുസരിച്ചാണ് പാലിക്കേണ്ടത്. കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ ഇടവകയുമായിട്ടുള്ള ബന്ധം ചോദിച്ചിട്ടുണ്ട്. ഇടവകയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമുണ്ട്? കുടുംബ യൂണിറ്റിൽ അംഗമാണോ? അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? പള്ളിക്ക് സംഭാവനകൾ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചോദ്യമാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടാകുവേ, പക്ഷെ ഞങ്ങളത് നിങ്ങളെ ചെയ്യുന്ന കാര്യം നിങ്ങളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. ചെയ്യാത്തവരല്ല, ചെയ്യുന്നുണ്ട് നിങ്ങൾ. പക്ഷെ സഭയെ നിങ്ങളെ സഹായിക്കണം. ചിലർ ധ്യാനകേന്ദ്രത്തെ മാത്രമേ സഹായിക്കത്തുള്ളൂ, ഇടവകയെ സഹായിക്കത്തില്ല. ഇടവകയിൽ നിന്നല്ലേ നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്? ആണോ? അതാ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നാണോ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്? അപ്പോൾ ഇടവകയിൽ നിന്നാണ് നമ്മൾ ദൈവിക ജീവൻ കൈപ്പറ്റിയത്. ഇടവകയാണ് നമ്മളെ വളർത്തുകയും ചെയ്തത്, അല്ലേ? ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഞങ്ങളൊക്കെ പെറ്റമ്മയല്ല, ആരാണ്? പോറ്റമ്മയാണ് ധ്യാനകേന്ദ്രങ്ങളെല്ലാം. അപ്പോൾ ഇടവകയിൽ നിങ്ങൾ ജോലി ചെയ്യണം. നിങ്ങൾ വളരണ എന്തിനാണ്? ഇടവകയെ, സഭയെ, നിങ്ങളെ ദൈവിക ജീവൻ കൈപ്പറ്റിയ സഭയെ നിങ്ങൾ വളർത്തണം നിങ്ങളുടെ സമർപ്പണം കൊണ്ടും. അതുപോലെ ധ്യാനകേന്ദ്രങ്ങൾ ഇതുപോലെയുള്ള ആത്മാവിനെ പരിരക്ഷാ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ഞങ്ങളുടെ കൃപാസനം മിഷൻ കേന്ദ്രമാണ്. കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമുള്ള കേന്ദ്രമാണ്. അത് മരിയൻ മിഷനാണെന്ന് മാത്രമേ ഉള്ളൂ. മരിയൻ മിഷനേക്കാൾ വലിയൊരു മിഷൻ ഇല്ല. അപ്പം നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ മരിയൻ മിഷൻ അനുസരിച്ചാണ് ആ ഉടമ്പടിയെല്ലാം പാലിക്കേണ്ടത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടവകയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ചോദിക്കും, ഞങ്ങൾ ഇടവകയുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരതുകൊണ്ട് സങ്കടപ്പെടുക ഒന്നും വേണ്ട. അവർക്ക് അഭയം ധ്യാനകേന്ദ്രം തന്നെയാണ്. നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ചില ആൾക്കാർ കർത്താവ് അനുവദിക്കുന്നവരെ നിങ്ങളെ പരിരക്ഷിക്കും, നിങ്ങളെ തള്ളിക്കളയത്തില്ല. പ്രത്യേക സാഹചര്യമാണ്. അവർക്ക് കൂദാശ സ്വീകരിക്കാൻ വിലക്കുണ്ട്, പക്ഷേ ഞങ്ങളവരെ സ്വീകരിക്കും. എങ്ങനെ സ്വീകരിക്കണത്? സഭയുടെ നിയമക്കനുസൃതമായി സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുക ഒന്നും വേണ്ട. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം നടക്കും. നിങ്ങൾക്കിതൊരു അഭയകേന്ദ്രം തന്നെയാണത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കൗൺസിലിംഗ് സംസാരിച്ച് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. അച്ഛൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. നേരത്തെ കൗൺസിലിംഗ് വന്നവരെ പോലെ എന്തുകൊണ്ട് പല വിഷയത്തിൽ അവർ ജീവിക്കുകയാണ്, പല അവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷേ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. മകനെ മകളെ നീ വിളിച്ച് സന്ധിച്ച് നിർത്തും. നിനക്ക് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കേണ്ട സമയം വരും. നീ നോക്കി പാർക്കണം. നീ സങ്കടപ്പെടരുത്, നിരാശപ്പെടുകയും ചെയ്യരുത്. എല്ലാത്തിനും ദൈവിക തീരുമാനം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി തന്നെ നിങ്ങൾക്ക്. അപ്പോൾ ഉടമ്പടി ചില സമയത്ത് ചിലർക്ക് കൂദാശ ചോദിക്കുമ്പോൾ അവർക്ക് പറയാം, അച്ഛാ ഞങ്ങൾക്ക് വിലക്കാണ്. കുഴപ്പമില്ല, അത് ചെയ്യേണ്ട, നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്യാൻ പറയും അവരോട്. ഒരു വിളക്ക് അണയുമ്പോഴേ നമ്മളവരെ മൊത്തം അന്ധകാരത്തിൽ കളയത്തില്ല. അവർക്ക് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്ത് അവിടെ നിലനിർത്തും നമ്മൾ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും, എങ്ങനെ അവസ്ഥയിലുള്ളവർക്കും ഒരു ഇടമാണ് അമ്മയുടെ ചിറകെന്ന് പറയണത്. ചിറകുള്ള അമ്മയല്ലേ നമ്മൾ ധ്യാനിപ്പിച്ചപ്പോഴച്ഛൻ പറഞ്ഞത്. അപ്പം അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. സന്തോഷമായിരിക്കണം, വേദനിക്കരുത്, നിരാശപ്പെടരുത്. പിന്നെ അച്ഛന് പറയാനുള്ളത്, ഈ ക്ലാപ്പ് പേപ്പർ അനുസരിച്ച് നിങ്ങളുടെ സൽപ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ്.
ഈശോനെ അറിയാത്തവരെ നമ്മളെല്ലാം ആരറിയിക്കും? നമ്മളല്ലാതെ ഈശോനെ അറിഞ്ഞവരല്ലാതെ എങ്ങനെ അറിയാത്തവരറിയിക്കും? അപ്പം നിങ്ങളെ കൃപാസനത്തിൽ വന്ന് ദൈവത്തിനെ അറിഞ്ഞ ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അറിയിക്കണം, പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും. അപ്പം അതുകൊണ്ട് അത് സത്യസന്ധമായിട്ട് ചെയ്യണം. ചില ആൾക്കാർ പത്രം കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ, അന്തോസ്വാമിയാണ്ട് പടിനടയെ കൊണ്ട് വെച്ചിട്ട് ഞാനീ നാട്ടുകാരത്തി അല്ലെന്നും പറഞ്ഞ് ഓടിക്കളയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 2 മാർക്കാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ കാണട്ടെ ആൾക്കാരെ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ്, കർത്താവാണ് നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പൊരിഞ്ഞത്, അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെയാണ് പരസ്യമായിട്ട് നമ്മൾ പത്രം കൊടുക്കും, എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമാണത്. അപ്പോഴുകൊണ്ട് അത് നമ്മൾ പള്ളിയിൽ കൊടുത്ത 3 പോയിൻ്റ്, വീട്ടിൻ്റെ പരിസരത്ത് കൊടുത്ത 2 പോയിൻ്റ്, പൊതുസ്ഥലത്ത് കൊടുത്ത 5 പോയിൻ്റ്, ഇങ്ങനെ വ്യത്യസ്തമായി. ചിലർ എല്ലായിടത്തും കൊടുക്കും. പത്രം വാങ്ങിച്ചിട്ട് പള്ളിയിലും കൊടുക്കും, പൊതുസ്ഥലത്തും കൊടുക്കും, ഇടത്തും കൊടുക്കും. അപ്പോൾ ഏറ്റവും കൂടിയ പോയിൻ്റ് ഇതിനാണുള്ളത്, അത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ 100 പോയിൻ്റിലാണ് ഉടമ്പടി പുതുക്കി അസസ്മെൻ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ശക്തീകരിക്കപ്പെട്ട ഒരു സഭ, ശക്തീകരിക്കപ്പെട്ട ഒരു വിശ്വാസി, അതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. പ്രേക്ഷിത ചൈതന്യമുള്ള ഒരു സുവിശേഷ സാക്ഷി. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒത്തിരിയേറെ സുവിശേഷ സൂത്രങ്ങൾ വെളിപാട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശക്തീകരിക്കാനും സമയം ത്വരിതമാക്കാനുമുള്ള ദൈവിക നടപടികൾ സന്തോഷത്തോടെ ചെയ്തുകൊള്ളാമെന്നും നമ്മൾ പറഞ്ഞു ഉടമ്പടി ചെയ്യുമ്പോഴാണ് നമ്മൾ വളരണത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, 1-2 ഉടമ്പടി പുതുക്കണതിന്, ഉടമ്പടി പുതുക്കണതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1-2 ഉടമ്പടി പുതുക്കണതിന് ഈസിയാണ്, നിങ്ങളെ ഭാരപ്പെടുന്നില്ല. പത്രത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതി, അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. പിന്നെ ഉടമ്പടി കൗൺസിലടുത്ത് ചെല്ലുമ്പോൾ ആ ക്ലാപ്പ് പേപ്പർ ഒന്ന് പൂരിപ്പിക്കാൻ പറയും. അത് അവർ സ്നേഹത്തോടെ പറയത്തുള്ളൂ, അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല. അത് ക്വസ്റ്റ്യൻ അല്ല, ഉള്ളതുപോലെ പറയുക, അവർ എഴുതി വെക്കട്ടതേ. അപ്പം നിങ്ങൾക്കും ആ പേപ്പർ തന്നു വിടുമല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ പ്രാവശ്യം 30 മാർക്ക് കിട്ടി, അടുത്ത മാസം 35 മാർക്ക് മേടിക്കണം, അടുത്ത മാസം 40 മാർക്ക് മേടിക്കണം. അപ്പം നിങ്ങൾക്കും വളരാനൊരു മോഹവും താല്പര്യവും വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതികൾ അറിയാൻ വേണ്ടി, പിന്നെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും. ഈ ഒരിട്ട കുർബാന കർത്താവ് പറഞ്ഞതാണ് ഈ ക്ലാപ്പ് പേപ്പറിനെ കുറിച്ച്. ഇപ്പം അത് നാളെ മുതൽ നടപ്പിൽ വരികയാണ്. അപ്പം ഇന്നെന്ന് പറയണത് എല്ലാ ഉടമ്പടി ദിവസങ്ങളെയും തിങ്കളും ചൊവ്വായും ആരാധന ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് 4 മണിക്ക് ഉടമ്പടി തുടങ്ങണം. 4 മണി തൊട്ട് 7 മണി വരെയാണ് ഉടമ്പടി സമയം. അപ്പോൾ നിങ്ങൾ ആദ്യം ക്ലാസ് കേൾക്കണം. ക്ലാസ് കേട്ടതിന് ശേഷം ഉടമ്പടി ഫോറം പൂരിപ്പിച്ച് ബ്രദർ അവിടെ നിന്ന് ഒപ്പിട്ട് തരുമ്പോൾ മാത്രമേ കൗൺസിലിൻ്റെ അടുത്ത് വരാവൂ, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരാവൂ. ഒപ്പിടാതെ വന്നാൽ കൗൺസിൽ സ്വീകരിക്കത്തില്ല, നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവദിക്കത്തുമില്ല. കാര്യം ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്ലാസ്സാണ്. അത് അവിടുന്ന് കിട്ടും. പിന്നെ വചനങ്ങൾ, അതിൻ്റെ വചനഭാഗം കൗൺസിലേഴ്സിൻ്റെ അടുത്തും കിട്ടും. അത് 3 മണിക്കൂർ എടുക്കും ഒരാൾ ഒരു ഉടമ്പടി ചെയ്യാൻ. അല്ല ഇപ്പോഴൊന്നും നിങ്ങൾ ചാടി പോയി ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇടാമെന്നൊന്നും വിചാരിക്കരുത്. 3 മണിക്കൂർ എടുക്കും. പണ്ട് ആലപ്പുഴക്കാർക്ക്, എറണാകുളംകാർക്കും കോട്ടയംകാർക്കും ഒന്നും ഉടമ്പടി ചെയ്യിക്കത്തില്ലായിരുന്നു ധ്യാന ദിവസം. കാസർഗോഡും ട്രിവാൻഡ്രവും ഹൈ റേഞ്ചും ചെയ്യിക്കത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും ചെയ്യിക്കും. പക്ഷേ 3 മണിക്ക് എടുക്കും. ഈ സമയത്ത് 2:30 തൊട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാം, ഫ്രഷായിട്ട് വരാം. 3 മണിക്ക് 4 മണിക്ക് ക്ലാസ് തുടങ്ങും. 5 മണിയാകുമ്പോൾ ക്ലാസ് തീരും, പൂരിപ്പിച്ച് തീരും. 5 മണിക്ക് കൗൺസിലിംഗ് തുടങ്ങും. അത് 7 മണി വരെ കൗൺസിലിംഗ് കഴിഞ്ഞ് ഉടമ്പടി ചെയ്യിക്കും. 7 മണി വരെ. ഇവിടെ മെയിൻ ഓൾട്ടറിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അപൂർവ രോഗികൾ, ഹൃദയ രോഗികൾ, അവർക്ക് വേണ്ടി 90 ചീട്ടാണ് ഇഷ്യൂ ചെയ്യണത്. ആ 90 ചീട്ട് നമ്മളുടെ ഹോളിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് ഹോളിൽ നിന്ന് ചീട്ട് മേടിക്കാം. ഇന്ന് മറ്റു സംസ്ഥാനങ്ങളുള്ളവർ ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഉടമ്പടി ചെയ്ത് പുതുക്കിയവരാണെങ്കിൽ അച്ഛൻ കാണും, പുതുക്കാത്തവർ മറ്റു സംസ്ഥാനങ്ങളുള്ളവരെ കാണത്തില്ല. കാണേണ്ട കാര്യമില്ല, അവർ ഉടമ്പടി ചെയ്യട്ടെ. അപ്പം മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ ഉടമ്പടി ചെയ്ത് പുതുക്കിയവർ മാത്രമേ അച്ഛനെ കൊണ്ടുപോയി, അവിടുത്തെ ലീഡേഴ്സ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാവൂ. ഉടമ്പടി ചെയ്ത് പുതുക്കാത്തവരെ കാണാൻ അനുവദിക്കത്തില്ല, കാണേണ്ട കാര്യമില്ല. രോഗികളാണെങ്കിൽ രോഗികളുടെ ചീട്ട് ഓഫീസിൽ നിന്ന് തരും. രോഗികളാണെന്ന് പറഞ്ഞാൽ മതി. കാര്യം എനിക്ക് ക്ലാസ്സിൽ നിന്ന്
6:30 ക്ലാസ്സിൽ കയറേണ്ടതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും കിട്ടണത്രയും ചീട്ട് കിട്ടത്തില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന ആൾക്കാരുണ്ട്, നിങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യണത് 2 നമ്പർ കൗണ്ടറിൽ ചീട്ട് കൊടുക്കണമുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കണം. ചിലപ്പോൾ രോഗികളുടെ ചീട്ട് 40 ആയിട്ട് കുറക്കും അവർ. കാര്യം എനിക്ക് 6:30 ക്ലാസ്സിൽ കയറേണ്ടത് കൊണ്ടാണ് 4 മണിക്ക് ഇന്ന് കൃത്യമായിട്ട് മരിയൻ തപസ് ആരംഭിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാം ഇപ്പോഴും ചെയ്യാൻ പോണത് ഹോസ്പിറ്റൽ മിഷനാണ്. അത് 15-20 മിനിറ്റേ ഉണ്ടാകത്തുള്ളൂ. ഹോസ്പിറ്റൽ മിഷൻ ഇപ്പോഴ് 3:45 ഹോസ്പിറ്റൽ മിഷൻ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കും. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥന, അതിന് ചീട്ട് കൊണ്ടുവരണം. അവിടെ വന്ന് ഇടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ചീട്ട് ചോദിക്കും. രോഗിയാണ്, കൈയും കാലും പൊക്കി കാണിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പോയി ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് ചീട്ട് വാങ്ങിക്കുക. അപ്പോഴേ സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക, ആശീർവാദം സ്വീകരിക്കുക. സ്തുതിക്കട്ടെ യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, ആരാധന. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന.